ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കടലുണ്ടിയിലേക്കാണ്. കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലെ കടലുണ്ടി എന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്നത് കടലുണ്ടിപ്പുഴയാണ്. കേരളത്തിലൂടെ ഒഴുകുന്ന നദികളിൽ നീളം കൊണ്ട് 6ാം സ്ഥാനത്തുള്ള നദിയാണ് കടലുണ്ടിപ്പുഴ. ഇതിൻ്റെ മേലെ കാണുന്നത് റെയിൽവേ ട്രാക്കാണ്. ട്രെയിനും കാര്യങ്ങളും കുറ്റിപ്പുറത്തുനിന്ന് കോഴിക്കോട് പോകുന്ന ട്രെയിനും കാര്യങ്ങളൊക്കെ ഇത് തന്നെയാണ് പോവുക. ഇതിൻ്റെ അപ്പുറത്ത് കാണുന്ന ഒരു പാലം ഉണ്ടല്ലോ, അത് പണ്ടൊരു ട്രെയിൻ അപകടമൊക്കെ ഉണ്ടായിട്ടുണ്ട്. കടലുണ്ടി ട്രെയിൻ അപകടം എന്നൊക്കെ പറയും. അത് കഴിഞ്ഞിട്ട് പിന്നെ പുതിയ പാലം പണിതാണ്. ഇപ്പം നമ്മൾ പാലത്തിൻ്റെ മേലെയാണ്. നല്ല രസമാണ് അങ്ങനെ നടക്കാൻ. നമ്മൾ ഉച്ച നേരത്താണ് നടന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചുറ്റും പുഴയല്ല, പുഴയുടെ മേലെയാണ് ഈ റെയിൽവേ ട്രാക്ക് ഉള്ളത്. കുറേ ദൂരം ഉണ്ട് കേട്ടോ, അങ്ങോട്ട് കുറേ നടക്കാനുണ്ട്. നമ്മൾ കുറച്ചേ നടന്നുള്ളൂ. പിന്നെ നമ്മൾ നല്ല ഹൈറ്റിലായതുകൊണ്ട് അടിയിലേക്ക് നോക്കുമ്പോഴൊക്കെ ഇങ്ങനെ പേടിയും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ടായിരുന്നു. പിന്നെ ട്രെയിൻ എങ്ങാനും വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ജർക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ കുറച്ച് ഫോട്ടോയും കാര്യങ്ങളും വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ അങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങി. ഇത് നമ്മൾ അവിടെ അടുത്തുള്ള 2-3 സ്ഥലങ്ങളൊക്കെ കാണാൻ പോണതാണ്. അപ്പം നമ്മൾ പോയപ്പോൾ ട്രെയിൻ വരുന്ന കാരണം റെയിൽവേ ട്രാക്ക് അടച്ചിട്ടേക്കുമായിരുന്നു. ട്രെയിൻ പോയി കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തെ ഭാഗത്തേക്ക് ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ ഉള്ളൊരു ഭാഗമാണ് ഇതൊക്കെ. പിന്നെ കടലുണ്ടി നമ്മൾ പറയുമ്പോൾ തന്നെ മെയിനായിട്ട് വരിക കടലുണ്ടി പക്ഷി സങ്കേതമാണ്. അത് നമ്മൾ ആ പാലം കണ്ടുല്ലോ, ആ റെയിൽവേ ട്രാക്കിൻ്റെ അടിയിൽ ആ ഭാഗത്തായിട്ടാണ്. നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല. ഇത് അവിടെ തന്നെ ഉള്ളൊരു സ്ഥലമാണ്. കടലുണ്ടി കടവ് എന്നൊക്കെ പറയും. നല്ല രസമാണ്. നമ്മുടെ വെട്ടുകല്ല് പോലത്തെ കല്ലുണ്ടാവില്ലേ, അതിൻ്റെ കുറേ റോക്കുകളാണ് അവിടെ ഉള്ളത്. നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നുള്ളൂ. അവിടെ നല്ല രസമായിരുന്നു. നമ്മളൊരു ഉച്ച നേരത്തെ പോയത്, അതുകൊണ്ട് ഭയങ്കര ക്രൗഡും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സൺഡേ തന്നെ ആയിരുന്നു. ഉച്ച കഴിഞ്ഞിട്ടാവും ആൾക്കാരൊക്കെ കൂടുതൽ വരുന്നുണ്ടാവുക. എല്ലായിടത്തും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കടലും കായലും കൂടിയിട്ട് ജോയിൻ്റ് ആവുന്ന ഒരു സ്ഥലമാണ്. അപ്പം അപ്പുറത്തെ ഭാഗത്ത് കടലിൻ്റെ തിര പോലെ വരുന്നുണ്ടായിരുന്നു. ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ പുഴയുടെ ഇതായിട്ടില്ലേ, അങ്ങനെ ഇട്ടായിരുന്നു. ഈ കാണുന്ന ഒരു പാലം, ഇതിൻ്റെ മുകളിലൊരു പാലം കാണുന്നുണ്ടല്ലോ പുഴയുടെ മേലെ. ഈ പാലത്തിൽ കൂടെയാണ് ബസ് കാര്യങ്ങൾ വണ്ടികളൊക്കെ പോണ പാലാണ്. ഇതിൻ്റെ അപ്പുറത്തൊരു പാലം കണ്ടതാണ് നമ്മൾ റെയിൽവേ ട്രാക്കും കാര്യങ്ങളൊക്കെ കണ്ടുമല്ലോ. അത് നല്ല രസമുള്ളൊരു സ്ഥലം തന്നെയാണ്. ഈ സ്ഥലം പിന്നെ അത്ര ഡേഞ്ചറും കാര്യങ്ങളൊന്നുമില്ല. അപ്പുറത്തെ ഭാഗത്ത് പിന്നെ നമ്മളെ മേലേക്കൊക്കെ റോക്കിൻ്റെ മുകളിലൊക്കെ കയറി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പേടിക്കാനുള്ളൂ. ഇവിടെയൊന്നും അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ചെറിയ പിള്ളേരൊക്കെ ആയിട്ട് വരികയെന്ന് വെച്ചെങ്കിൽ നമുക്ക് കുറേ നേരം കളിക്കാനും കാര്യങ്ങളൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ ഇത് അതിൻ്റെ അവിടെ തന്നെ ഒരു വാക്കടവ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു ബീച്ചുണ്ട്. അവിടെ നമ്മൾ പോയപ്പോഴതാണ്. നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല, അവിടുത്തെ ഒരു ബീച്ചൊക്കെ ഒരു വേറൊരു വൈബാണ്. നമുക്കിവിടെ ചാവക്കാട് കടപ്പുറം കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും നമ്മുടെ അവിടുത്തെ പോലെയല്ല അവിടുത്തെ ബീച്ചുകളും കാര്യങ്ങളും. പിന്നെ അവിടെ ഒരു ചാലി എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ 4 കിലോമീറ്റർ ഉള്ളൂ കടലുണ്ടിന്ന്. പക്ഷെ ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല, സമയം കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം. ഇതവിടുത്തെ ബീച്ചാണ്. വാക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്തൊരു ബീച്ചാണ്. നല്ല രസമാണ്. തെങ്ങും തോപ്പും കാര്യങ്ങളും ഇതൊക്കെ ഇട്ട് അവിടെ അങ്ങനെ ചുറ്റോരം കാണുമ്പോൾ ഒരു നല്ല രസമുള്ള ഒരു സ്ഥലമാണ്. നേരത്തെ നമ്മൾ കണ്ടത് ട്രെയിൻ പോണതാണ്. അത് നമ്മൾ വന്നത് കുറ്റിപ്പുറത്തുനിന്ന് കടലുണ്ടി വരെ ട്രെയിനിലാണ് വന്നത്. റിട്ടേണും അങ്ങനെ തന്നെയാണ്. കടലുണ്ടിയിൽ നിന്ന് കുറ്റിപ്പുറം വരെ നമ്മൾ ട്രെയിനിലാണ് പോയത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ട്രെയിൻ പോണതൊക്കെയാണ് അവിടെ കണ്ടത്. പിന്നെ എൻ്റെ വല്യമ്മയുടെ വീട് അവിടെയാണ്. നമ്മൾ മെയിനായിട്ട് അങ്ങോട്ടാണ് പോയത്. അപ്പോൾ പിള്ളേരൊക്കെ ഉള്ള കാരണം നമ്മൾ അവിടുത്തെ 2-3 സ്ഥലങ്ങളൊക്കെ പോയിന്ന് മാത്രം. ഇത് കടലുണ്ടി റെയിൽവേ സ്റ്റേഷനാണ്. റെയിൽവേ സ്റ്റേഷൻ കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. നമ്മളവിടെ പോയപ്പോൾ കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.